അങ്ങനെ ഞങ്ങളെ മധുഹൂത്ത് ഇതാ ഗൈസ് ഇവിടുത്തെ എത്തിക്കണ കാര്യങ്ങൾ. അപ്പം ഞങ്ങളിതാ നല്ലോണം ഇളക്കി മറിച്ചുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പൊടി മസാലക്കൂട്ടും കണ്ട് നിങ്ങളാരും അന്താളിക്കരുത്. ഞങ്ങൾക്ക് എന്താണെന്നാവോ പൊടികളോട് ഇത്ര സ്നേഹം കൂടിയോണ്ട് എല്ലാതും നല്ല അത്യാവശ്യത്തിന് നല്ലോണം കൂടിയിരിക്കണം. അതുകൊണ്ട് ചോറിന് നല്ല ചൊയ ഉണ്ടായിരുന്നു. അതാണ്ടാ തോന്നുന്നു ഒരാഴ്ചയായിട്ട് നീച്ചാൻ പറ്റാത്തത്. അങ്ങനെ ചിക്കൻ്റെ മേലൊക്കെ ഗ്രേവി നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായിട്ടൊരു കുറവ് വേണ്ട. അപ്പം നാത്തൂനെ നന്നായിട്ട് ഇളക്കി മറിക്കുന്നുണ്ടെന്ന് അറിയില്ലേ. അങ്ങനെ ഏകദേശമൊക്കെ ആയിക്കും മസാലയൊക്കെ ഞങ്ങൾ പൊടിപ്പിച്ച് ഇതാ കുക്കറിൽ നിന്ന് ഞങ്ങളതൊരു ചെമ്പട്ടിക്ക് മാറ്റി. കാരണം അത് മധുഹൂത്ത് വെക്കാൻ മാത്രമുള്ള വലിപ്പം ആ കുക്കറിനില്ല. ഒരുത്തൻ വന്ന് ഇളക്കിയില്ലേ. ഇതാണ് ഞങ്ങളെ ചോറ് കേടരാനുണ്ടായ കാരണം. ഓൻ വന്ന് ഇളക്കിയോണ്ട് തന്നെ ഞങ്ങളെ ചോറ് കേടന്നത്. അത് വേറെ കാര്യം. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് മണൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കരുതി കറക്റ്റ്. എവിടെ കുറച്ച് തിന്നേക്കാനെ എല്ലാവർക്കും മട്ടിച്ചു ഗൈസ്. ബാക്കി അരമുക്കാ ചെമ്പ് ചോറും എന്താ കാട്ടണ്ടെന്ന് അറിയുന്നുണ്ടായില്ല. പിന്നെ ഡാഡിക്കും മമ്മിക്കും കുറച്ച് കോഴിയും താറാവൊക്കെ ഉണ്ടാവണോണ്ടേ ഇമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ കോഴിക്കും താറാവിനും വന്നത്തെ ദിവസം ചോറായി.